പ്രിയ കുട്ടികളെ, ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്തതായി വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന ചാൾസ് നിയമമാണ് പഠിക്കുന്നത്. അപ്പം ചാൾസ് നിയമം എന്ന് കേൾക്കുമ്പോഴേ വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധമാണ്. ആ ബന്ധം എന്താണെന്ന് കാണിക്കാനായിട്ട് ഇവിടെ ഒരു പരീക്ഷണമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പരീക്ഷയ്ക്ക് വരുന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം അടുത്ത പേജിലാണ് വന്നേക്കുന്നത്. നമുക്ക് അത് പോയി കൃത്യമായിട്ട് പഠിക്കാം. ബോയിൽ നിയമം പഠിച്ചതുപോലെ നമുക്ക് ചാൾസ് നിയമവും ഓരോ ഭാഗങ്ങളും പഠിച്ചെടുക്കാം. ആദ്യം നമുക്ക് അതിൻ്റെ അക്ഷരങ്ങൾ വഴിയുള്ള സൂചന പഠിക്കാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ നിർവചനം പഠിക്കാനായിട്ട് പോകാം. ചാൾസ് നിയമം വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധമാണ്. വ്യാപ്തത്തെ സൂചിപ്പിക്കുന്ന അക്ഷരം വി ആണ്. വ്യാപ്തത്തെ സൂചിപ്പിക്കുന്ന അക്ഷരം വി ആണ്. താപനിലയെ സൂചിപ്പിക്കുന്ന അക്ഷരം ടി ആണ്. വി നേരനുപാതത്തിലാണ്. ഇങ്ങനെ 1 എന്ന് പി എന്നൊക്കെ ഇടുമ്പോൾ ഓർക്കുന്നില്ല, ഇതിനു മുമ്പ് ബോയിൽ നിയമം വി എന്നിട്ട് ഈ ചിഹ്നം ഇട്ടിട്ട് 1 പി എന്നായിരുന്നു എഴുതിയിരുന്നത്. അതിനാണ് വിപരീത അനുപാതം എന്ന് പറയുന്നത്. ഇത് നേർക്കുനേറുള്ള അനുപാതമാണ്. വി നേരനുപാതത്തിലാണ് താപനിലയ്ക്ക്. വ്യാപ്തം താപനിലയുമായി നേരനുപാതത്തിലായിരിക്കും. ആ സമയത്ത് നമ്മളിപ്പോൾ വാതകത്തിൻ്റെ വ്യാപ്തത്തെയും താപനിലയെയും കുറിച്ച് പറയുമ്പോൾ പറയാതിരിക്കുന്ന സാധനങ്ങളില്ലേ, മർദ്ദവും അതുപോലെ മാസും. മർദ്ദവും മാസും സ്ഥിരമാക്കി വെച്ചുകൊണ്ടാണ് ചാൾസ് നിയമം പറയേണ്ടത്. ഇനി ഈ ഒരു അനുപാത ചിഹ്നം മാറ്റി സമചിഹ്നം ഇടാൻ വേണ്ടി വി സമം കെ ഗുണം ടി എന്നാക്കാം. ഈ ടിയുടെ കൂടെ ഒരു കെ കൂടി ചേർത്തു. കെ എന്താന്ന് ബ്രാക്കറ്റിലിട്ട് നമ്മൾ പറയണം. കെ ഒരു സ്ഥിര സംഖ്യയാണ്. അഥവാ ഈ വി ഭാഗം ടി, നിങ്ങളിങ്ങനെ ഒന്നും ഇട്ട് വെക്കരുത്. നിങ്ങൾ വി ഭാഗം ടി എന്ന് തന്നെ എഴുതുക. സമം കെ. കെ ഒരു സ്ഥിരസംഖ്യയാണെന്ന് ഇതിനു മുമ്പ് തന്നെ പറഞ്ഞിരുന്നു. എല്ലാത്തിൻ്റെയും ബ്രാക്കറ്റിൽ മർദ്ദവും മാസും ആ സമയത്ത് ഈ ചാൾസ് നിയമം നിർവചിക്കുന്ന സമയത്ത് അത് സ്ഥിരമാക്കി വെക്കണമെന്നും ഓർക്കണം. ഏതൊക്കെയാണ് മർദ്ദവും മാസും? നമ്മൾ വ്യാപ്തത്തെയും താപനിലയെയും കുറിച്ച് പറയുമ്പോൾ അതല്ലാത്ത മർദ്ദവും മാസും നമ്മൾ സ്ഥിരമാക്കി വെക്കും. ഇനി നമുക്കിതൊന്ന് പറഞ്ഞു നോക്കാം. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ നിശ്ചിത മാസ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായ മാസുള്ള വാതകത്തിൻ്റെ വ്യാപ്തം താപനിലയ്ക്ക്, ആ താപനില കെൽവിൻ സ്കെയിൽ എടുക്കണമെന്ന് ഇച്ചിരി നീട്ടി പറഞ്ഞേക്കുന്നതേ ഉള്ളൂ, താപനിലയ്ക്ക് നേരനുപാതത്തിലായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ വ്യാപ്തം താപനിലയ്ക്ക് നേരനുപാതത്തിൽ ആയിരിക്കും. ഇനി 1, 2, 3 രീതിയിൽ അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതാം. ഇത് ബോയിൽ നിയമം പോലെ തന്നെ നാലാമത് മറ്റൊരു രീതിയിലും എഴുതാം. V1 ഭാഗം T1 സമം B2 ഭാഗം T2 എന്ന് പറഞ്ഞാലും അതും ചാൾസ് നിയമത്തിൻ്റെ മറ്റൊരു രീതിയിൽ എഴുതുന്നതാണ്. V1 ഭാഗം T1 സമം V2 ഭാഗം T2 എന്ന് എഴുതുന്നത് ചാൾസ് നിയമം തന്നെയാണ്. നമ്മൾ ബോയിൽ നിയമം ചെയ്തതുപോലെ തന്നെ സമവാക്യം ഉപയോഗിച്ച് ചാൾസ് നിയമത്തിലും നമ്മളോട് കണക്കുകൾ ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പോൾ ഇവിടെ ചെയ്തിട്ടിട്ടുണ്ടല്ലോ എന്നോർത്ത് നമ്മൾ പഠിച്ചതുപോലെ വിചാരിക്കരുത്. നമുക്കിവിടെ ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ച് ഇത്രയും ചെറിയൊരു ചോദ്യമാണ് തരുന്നത്. അത് തരുമ്പോൾ തന്നെ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഇതൊക്കെ വളരെ ലളിതമാണെന്ന് ആദ്യമേ തന്നെ അങ്ങ് ഓർക്കണം. പാടാന്നല്ല ഓർക്കേണ്ടത്, ലളിതമാണെന്ന് ഓർക്കണം. അപ്പോൾ നോക്കിക്കേ, ഇവിടെ 270 ഡിഗ്രി സെൽഷ്യസിൽ ഒരു വാതകത്തിൻ്റെ വ്യാപ്തം 150 ലിറ്റർ ആണെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസിൽ അതിൻ്റെ വ്യാപ്തം എത്രയായിരിക്കും? എന്തായാലും ചോദ്യം വ്യാപ്തവും താപനിലയും തമ്മിലാണ്. അതുകൊണ്ട് തന്നെ അത് ചാൾസ് നിയമവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അതാണ് ഇങ്ങനെ ഒരു ചോദ്യം കാണുമ്പോൾ അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത് എന്തെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിൽ പറഞ്ഞിരിക്കുന്നത് വ്യാപ്തവും താപനിലയുമാണ്. അത് ചാൾസ് നിയമമാണ്. തൊട്ടു മുമ്പ് നമ്മൾ ചെയ്തിരുന്ന കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ ചെയ്തിരുന്ന ചോദ്യങ്ങളിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വ്യാപ്തവും മർദ്ദവുമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ബോയിൽ നിയമമാണെന്ന് കണ്ടെത്താനായിട്ട് പറ്റണം. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു താപനിലയും അപ്പോഴുള്ള വ്യാപ്തവും തന്നിട്ടുണ്ട്. അതായത് ആദ്യത്തെ ഇത് ഇവിടെ തന്നെ നമ്മൾ എഴുതി വെച്ചോ, ഇത് T1 ഇത് V1 ആയിരിക്കും. അതുപോലെ ഇത് T2. അപ്പോൾ ഇവിടെ ഒരു വ്യാപ്തം എത്രയെന്ന് ചോദിച്ചതുകൊണ്ട് അത് V2 ആയിരിക്കും. അപ്പോൾ നമുക്കൊന്ന് എടുത്തും കൂടെ എഴുതാം.
T1 സമം 27 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിഗ്രി സെൽഷ്യസിൽ തന്ന SI യൂണിറ്റിലേക്ക് മാറ്റാൻ വേണ്ടി 273 കൂടെ കൂട്ടണം, അങ്ങനെ 300 കിട്ടി. V1 എന്ന് പറയുന്നത് ഇവിടെ 150, അതുപോലെ തന്നെ നമുക്ക് എഴുതാം. അതിനുശേഷം T2വും തന്നിട്ടുണ്ട്. T2 സമം 0 പൂജ്യത്തോടുകൂടി 273 കൂട്ടി നമുക്കതിനെ കെൽവിനിലേക്ക് മാറ്റാം. അപ്പോൾ 273 കിട്ടും. നമ്മളിനി നമ്മുടെ സമവാക്യം ഇതുണ്ട്, ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് V2 ആണ് ചോദിച്ചിരിക്കുന്നത്. V2വിനും നമുക്കൊരു ക്വസ്റ്റ്യൻ മാർക്കും ഇട്ട് വെക്കാം. ഇത്രയും കാര്യങ്ങൾ തന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് V1/T1 സമം V2/T2 എന്ന സമവാക്യം എടുക്കണം. നാലാമത്തെ സമവാക്യം V1ൻ്റെ സ്ഥലത്ത് V1ൻ്റെ ഭാഗത്ത് കൃത്യമായിട്ട് 150, T1ൻ്റെ സ്ഥലത്ത് കൃത്യമായി 300 സമം T2വിൻ്റെ സ്ഥലത്ത് 273. സോറി, V2വിൻ്റെ സ്ഥലത്താണ് എഴുതേണ്ടത്. V2 ഒന്നും എഴുതി തന്നിട്ടില്ല ചോദ്യത്തിൽ, അതേപടി കേട്ടോ. ചോദ്യത്തിൽ കിടക്കുന്നത് V2, അതിൻ്റെ താഴെ T2 എന്ന് പറയുന്നത് 273. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ അപ്പോൾ ഇവിടെ അതുപോലെ എത്തിയിട്ടുണ്ട്. എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചർ ചെയ്താണ്. എൻ്റെ ഒപ്പം ചെയ്തു നോക്കണം, എങ്കിലേ നമ്മുടെ പേനയിൽ നിന്ന് പരീക്ഷയ്ക്ക് വരുവുള്ളൂ. അത്രയും ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഇങ്ങനെ ഡയഗണലായിട്ട് നമുക്ക് ഗുണിച്ചെടുക്കാം. 300നെ V2 കൊണ്ട് ഗുണിക്കണം. അതെന്നാന്ന് ചോദിച്ചാൽ V2 കണ്ടുപിടിക്കുന്ന സാധനത്തിൻ്റെ ആ രീതിയിലുള്ള ആദ്യം ഗുണിച്ചെടുക്കുക. അപ്പോൾ 300 ഗുണം V2 സമം 150 ഗുണം 273. ഇനി നമ്മൾ V2വിനെ തനിച്ചിടുന്നു. V2വിനെ തനിച്ചിട്ടുണ്ട്. ഇവർ V2വിനെ എങ്ങനെ തനിച്ചിട്ടെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ടീച്ചർ ഒരു സ്റ്റെപ്പ് കൂടി പറഞ്ഞു തന്നത്. V2 സമം ഇവിടെ കിടക്കുന്ന അതുപോലെ തന്നെ ഇടണം, ഒട്ടും വ്യത്യാസം വരുത്തരുത്. V2വിനെ തനിച്ചിട്ടപ്പോൾ മറുവശത്ത് തനിച്ച് കിടന്ന് അവിടെ അതേപോലെ കിടക്കണം. ഇവിടെ ഗുണിച്ച് കിടന്ന 300നെ നമ്മളിവിടെ ഹരിച്ചതുപോലെ ആക്കണം. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ഗുണിച്ചെഴുതി ഇതുകൊണ്ട് ഹരിക്കണം. ഹരിക്കാൻ പഠിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് മനസ്സിലായി കാണുമല്ലോ. കൃത്യമായിട്ടും ഹരിക്കാനായിട്ട് പഠിക്കണം. ദിവസം 2 ചെറിയ സംഖ്യകളെങ്കിലും നിങ്ങൾ കൂട്ടുകാർ ചേർന്നിരുന്ന് 2-3 സംഖ്യകൾ മത്സരിച്ച് പല രീതിയിലുള്ളത് ഹരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ 1-2 കൂട്ടുകാർക്ക് നന്നായിട്ടറിയാം. അവരുടെ ഒരു സഹായവും കൂടെ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഈസി ആയിട്ട് പഠിക്കും. അതൊരു ഇടയ്ക്കിടയ്ക്ക് വർത്തമാനം പറഞ്ഞ് കളയുന്ന സമയത്ത് 1-2 കണക്കുകൾ ചെയ്ത് ഹരണം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് കുറച്ച് നേരിട്ടുള്ള ക്വസ്റ്റ്യങ്ങൾ ബോയിൽ നിയമവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഈ പേജ് നിറയായിരുന്നു ബോയിൽ നിയമത്തിൻ്റെ ചോദ്യങ്ങളെല്ലാം ഒളിച്ച് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വേറെയും ഒരു ബോക്സിൽ നല്ലൊരു കുറച്ച് ചോദ്യവും അതിൻ്റെ തൊട്ട് താഴെ ഇവിടെ ഒരു പ്രസ്താവന തന്നിട്ട് ആ ചോദ്യം എഴുതാം. അപ്പോൾ ഇത് മുഴുവൻ പരീക്ഷാ ചോദ്യമാണ്. ഓരോന്നും നമുക്ക് നോക്കാം. ഓരോന്ന് പറഞ്ഞു പോകുമ്പോൾ ഇവിടെ 2 ഗ്രാഫുകൾ തന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് ഓർക്കുന്നുണ്ടോ? ബോയിൽ നിയമത്തിന് പ്രത്യേക ഗ്രാഫ് ഉണ്ടായിരുന്നു. ചാൾസ് നിയമത്തിന് 2 ഗ്രാഫിൻ്റെ മാതൃകകൾ തന്നിട്ടുണ്ട്. 2 ഗ്രാഫ് മാതൃകകൾ ചാൾസ് നിയമത്തിന് തന്നിട്ടുണ്ട്. ഇത് രണ്ടും ചാൾസ് നിയമത്തെ സൂചിപ്പിക്കുന്ന ഗ്രാഫാണ് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം, വരയ്ക്കാൻ പഠിക്കണം. അപ്പോൾ ഇത് വരയ്ക്കാൻ നല്ല എളുപ്പമാണ്. എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുക. ഇവിടെ ടെമ്പറേച്ചർ, വോളിയം. അതിനുശേഷം ഇങ്ങനെ ഒരു ഗ്രാഫ്, ഈ നീല നിറത്തിൽ കാണുന്നതാണ് കേട്ടോ ഗ്രാഫ്. ആ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ഇതിന് ചെറിയ നീല നിറവാണ്, വീഡിയോയിൽ എങ്ങനെയാണ് കാണുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഇത് ഈ ഇങ്ങനെ വരയ്ക്കുന്നതിനെയാണ് നമുക്ക് ചാൾസ് നിയമത്തിൻ്റെ ഗ്രാഫ്. അതുപോലെ തന്നെ ഇവിടെ താപനിലയെ സൂചിപ്പിക്കുന്ന ടിയും ഇവിടെ V/Tയും. V/T എന്ന് ചാൾസ് നിയമത്തിൽ പലയിടത്തും പറയുന്നില്ലേ? V/Tയും കൊടുത്താൽ എന്നിട്ട് ഒരു നേർരേഖ V/T ഒരു സ്ഥിര സംഖ്യയാണെന്ന് സൂചിപ്പിക്കുന്ന ഗ്രാഫാണിത്. അപ്പോൾ ഇത് രണ്ടും ചാൾസ് നിയമത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ ഗ്രാഫ് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചാൾസ് നിയമം. ആ ചാൾസ് നിയമത്തിൽ താപനിലയും വ്യാപ്തവും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? നേരനുപാതത്തിലുള്ള ബന്ധമായിരുന്നു. നേരനുപാതം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുകൂടി നമ്മൾ അറിയണം. താപനില കൂടുമ്പോൾ വ്യാപ്തം കൂടും, അല്ലെങ്കിൽ വ്യാപ്തം കൂടുമ്പോൾ താപനിലയും കൂടും എന്നുള്ളതാണ് നേരനുപാതം. അടുത്തത് ഈ ചാൾസ് നിയമം പ്രസ്താവിക്കാൻ നമ്മൾ മുകളിൽ നോക്കി പഠിച്ചിട്ട് നന്നായിട്ട് എഴുതുക. V/T എന്നതിൻ്റെ വില എന്ത്? ഒരു സ്ഥിര സംഖ്യയാണ്. V/T ഒരു
സ്ഥിരസംഖ്യയാണ്. അത് നമ്മൾ മുകളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കണക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഏറ്റവും ആദ്യം കണക്കായതുകൊണ്ട് ടീച്ചറും ഒന്ന് മാറ്റിവെച്ചാൽ നിങ്ങളെപ്പോലെ. അങ്ങനെ മാറ്റിവെച്ചാൽ നമ്മുടെ മാർക്ക് പോകും. പഠിപ്പിച്ച ടീച്ചറിൻ്റെയും മാർക്ക് കുറഞ്ഞു പോകും. നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞാൽ നന്നായിട്ട് പഠിക്കണം. അതുകൊണ്ട് ഇനി നോക്കാം. ഇവിടെ താപനില, അത് കഴിഞ്ഞ് വ്യാപ്തവും ഒക്കെ പറഞ്ഞിരിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ കണ്ണ് തുറന്ന് കാണണം. താപനിലയും വ്യാപ്തവും തമ്മിലുള്ള ബന്ധം പറഞ്ഞിരിക്കുന്ന ഒരു കണക്കാണിത്. അതുകൊണ്ട് തന്നെ ഇത് ചാൾസ് നിയമവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ആദ്യം കാണുന്ന താപനിലയെ നമ്മൾ T1 എന്ന് കൊടുക്കുന്നു. ആദ്യം തന്നെ പറയുന്ന വ്യാപ്തത്തെ നമ്മൾ V1 എന്നും കൊടുക്കുന്നു. അത് ഈ ചോദ്യത്തിൻ്റെ മുകളിൽ തന്നെ നമ്മുടെ ഈ കൂൾ ഓഫ് ടൈം എന്നൊക്കെ പറയുന്ന ആ സമയത്ത് എഴുതി വെക്കാം കേട്ടോ. ഒന്ന് പെൻസിൽ കൊണ്ടൊക്കെ ഒന്ന് ഓർത്ത് ശ്രദ്ധിച്ചു വെക്കാം. അടുത്തതായിട്ട് ഏത് താപനിലയിലാണ് ഈ വ്യാപ്തം 20 ml ആയിട്ട് മാറുന്നത്? അപ്പോൾ ഈ വ്യാപ്തത്തെ നമുക്ക് V2 എന്ന് കൊടുക്കാം. താപനിലയാണ് ചോദിച്ചിരിക്കുന്നത്, T2 അറിയത്തുമില്ല. അപ്പോൾ അവിടെയും നമ്മൾ V1/T1 ഈസ് ഈക്വൽ ടു V2/T2 എന്ന സമവാക്യം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ടതാണ്. ഈ കണക്ക് ഞാൻ ഈ പേപ്പറിലേക്ക് ചെയ്ത് കാണിക്കാം. സമവാക്യം നമ്മൾ തിരിച്ചറിഞ്ഞു. ചാൾസ് നിയമമായതുകൊണ്ട് V1/T1 ഈസ് ഈക്വൽ ടു V2/T2 എന്ന സമവാക്യം ഉപയോഗിച്ച് ചെയ്യും. V1 എന്ന് പറയുന്നത് 60 ml ആണ്. അതിൻ്റെ T1 എന്ന് പറയുന്നത് 300 ആണ്. V2 എന്ന് പറയുന്നത് 20 ആണ്. T2 ആണ് തരാതിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഗുണിക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഗുണനത്തിന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങളങ്ങനെയൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. എന്തായാലും ഇങ്ങനെ ഗുണിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ T2 ഈ ഭാഗത്താണ് കിടന്നത്. അപ്പോൾ T2 × 60 ആദ്യം എഴുതണം. ഏതാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ ഭാഗം ആദ്യം ഗുണിച്ചിട്ട് അതൊക്കെ ഒന്ന് ഓർത്തിരുന്നോണേ. 300 × 20 എന്ന് എഴുതി. ഇനി നമുക്ക് T2 മാത്രമേ കണ്ടുപിടിക്കാനുള്ളൂ. T2നെ തനിച്ചിടുന്നു. ഇവിടെ കിടക്കുന്ന അതുപോലെ തന്നെ എഴുതിയിട്ട് അതിൻ്റെ ഇവിടെ ഗുണിച്ച് കിടക്കുന്നതിനെ ഇവിടെ ഹരിച്ചാക്കി കൊണ്ടുവരുന്നു. അങ്ങനെ കൊണ്ടുവന്ന് കഴിയുമ്പം നമുക്ക് ഒറ്റയുടെ സ്ഥാനത്തായിട്ട് നമ്മൾ ഇതിങ്ങനെ ഗുണിച്ചു. അത് കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഹരിക്കുക. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ 100 എന്ന് കിട്ടി. ഇവിടെ നോക്കിക്കേ, താപനില കെൽവിനിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ താപനിലയും നമുക്ക് കെൽവിനിൽ തന്നെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ കണക്കെല്ലാം എളുപ്പമാണ്. ചെറിയൊരു ഗുണനമൊക്കെ വരുന്നത് ഈസി ആയിട്ട് ചെയ്യാൻ നിങ്ങളെക്കൊണ്ട് പറ്റും. അത് വീണ്ടും ചെയ്ത് ഇത് എന്നാണോ ശരിയാകുന്നില്ലെന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരുടെയൊക്കെ കൂടി വീണ്ടും ചെയ്ത് നോക്കുക. പരീക്ഷയ്ക്ക് നമുക്ക് നല്ല മാർക്ക് വാങ്ങണം. ഇനി നമുക്ക് മറ്റൊരു ചോദ്യം ഇവിടെ കിടപ്പുണ്ട്. വേനൽക്കാലത്ത് വാഹനങ്ങളുടെ ടയറിൽ കുറഞ്ഞ മർദ്ദത്തിൽ വായു നിറയ്ക്കുന്നു. കാരണം എന്ത്? ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. ഇവിടെ നമ്മൾ പ്രയോഗിച്ചിരിക്കുന്ന നിയമം ഏതാണെന്ന് ചോദിക്കും. വേനൽക്കാലം, അപ്പോൾ ചൂടുമായി ബന്ധപ്പെട്ടതാണ്. താപനില കൂടി നിൽക്കുന്ന സമയമാണ് വേനൽക്കാലം. അപ്പോൾ കുറഞ്ഞ മർദ്ദത്തിൽ നിറച്ചില്ല എങ്കിൽ താപനില കൂടുമ്പോൾ അതിൻ്റെ ആ ടയറിൻ്റെ വ്യാപ്തം വർദ്ധിക്കുകയും ടയർ പൊട്ടിപ്പോവുകയും ചെയ്യും. അതായത് താപനില വർദ്ധിച്ചാൽ വ്യാപ്തം കൂടുന്നു എന്ന ചാൾസ് നിയമം അനുസരിച്ചാണ് നമ്മൾ കുറഞ്ഞ മർദ്ദത്തിലാണ് ഇവിടെ വായു നിറയ്ക്കുകയുള്ളൂ. വേനൽക്കാലത്ത് വാഹനങ്ങളുടെ ടയറിൽ കുറഞ്ഞ മർദ്ദത്തിൽ വായു നിറയ്ക്കുന്നു. കാരണം എന്ത്? താപനില വർദ്ധിക്കുമ്പോൾ മർദ്ദവും കൂടുന്നു, അതുപോലെ വ്യാപ്തവും കൂടുന്നു. മർദ്ദം കൂടും, അപ്പോൾ വ്യാപ്തം കൂടി ടയർ പൊട്ടും. ഇപ്പോൾ ടീച്ചർ ഈ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങളതിവിടെ എഴുതി വെക്കുക. വേനൽക്കാലത്ത് താപനില വർദ്ധിക്കുന്നു, വായുവിൻ്റെ മർദ്ദം കൂടുന്നു, അങ്ങനെ വ്യാപ്തവും കൂടുന്നു. ചാൾസ് നിയമമാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ടീച്ചറിൻ്റെ കൂടെ പുസ്തകം ഉപയോഗിച്ച് പഠിച്ചപ്പോൾ ടീച്ചർ ഒരു പേജ് പറയാതാണല്ലോ പോകുന്നത്. അവിടെ എന്തെങ്കിലും കാണുമോ എന്ന് പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഒരു സംശയം തോന്നി എന്നിരിക്കാം. കണ്ടോ? അപ്പോൾ അവിടെ പറയുന്നത് ടീച്ചർ ചാൾസ് നിയമമൊക്കെ നന്നായിട്ട് പറഞ്ഞിട്ടാകട്ടെ എന്ന് വിചാരിച്ചു. അപ്പോഴേക്കും നമ്മുടെ ബുദ്ധിയൊക്കെ വർദ്ധിച്ചിട്ട് ടീച്ചർ പറയുന്നതെല്ലാം മനസ്സിലാകും. ഇവിടെ അധികം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ചാൾസ് നിയമം ഉണ്ടാക്കിയ ജാക്വസ്
അലക്സാണ്ട്രേറ്റ് സീസർ ചാൾസിൻ്റെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ ഒരു ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്. ഈ ഗ്രാഫ് ശ്രദ്ധിക്കുക. താപനിലയും വ്യാപ്തത്തിന് ഇംഗ്ലീഷിൽ വോളിയം എന്നാണ്, താപനിലയ്ക്ക് ടെമ്പറേച്ചർ എന്നാണ് പറയുന്നത്. ഇത് ചാൾസ് നിയമത്തെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രാഫാണ്. ഗ്രാഫ് കുറച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട് എങ്കിലും നിങ്ങൾ താപനിലയെ ഇവിടെ മലയാളത്തിൽ എഴുതി വെച്ചു. താപനില ഇതുണ്ടോ, വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ഗ്രാഫാണിത്. ഇത് ചാൾസ് നിയമത്തെ സൂചിപ്പിക്കുന്ന ഗ്രാഫാണ്. കണ്ടോ, ഇങ്ങനെ ഒരു ചെരിഞ്ഞ വര വന്നേക്കുന്ന ഗ്രാഫ് തൊട്ടടുത്ത പേജിലും നമ്മൾ കണ്ടതാണ്. ഇനി ആ ഗ്രാഫിൽ നിന്നും, ഈ ഗ്രാഫ് ഭയങ്കരമായിട്ട് ടീച്ചർ അങ്ങ് വിശദീകരിച്ച് നിങ്ങൾക്ക് കൺഫ്യൂഷനൊന്നും ആക്കുന്നില്ല. ഈ ഗ്രാഫിൽ നിന്നും നമുക്കൊരു വിശേഷപ്പെട്ട നമ്പർ കിട്ടും. അത് ഇതാണ്. ഇവിടെ 0, ഇങ്ങോട്ടുള്ളതെല്ലാം പോസിറ്റീവ്, ഇങ്ങോട്ടുള്ളതെല്ലാം നെഗറ്റീവാണ്. അങ്ങനെ ഈ ഗ്രാഫ് ഇങ്ങനെ നീട്ടി വിട്ട് കഴിയുമ്പോൾ ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ആ പോയിന്റിൻ്റെ പേര് തന്നെ ഒരു പ്രത്യേക പേരാണ്, കേവല 0 അഥവാ അബ്സല്യൂട്ട് 0 എന്നാണ്. അതിൻ്റെ വില ഇത്രയാണ്, -273.150 ഡിഗ്രി സെൽഷ്യസ്. ഒന്ന് വായിച്ചു നോക്കിയേ. -273.15 ഡിഗ്രി സെൽഷ്യസ്. ആ വിലയിൽ വാതകത്തിൻ്റെ വ്യാപ്തം 0 മാറുന്ന താപനിലയാണ്. അപ്പോൾ ഇതൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു താപനിലയാണ്. വാതകത്തിൻ്റെ വ്യാപ്തം, ഏത് വാതകം എടുത്താലും അതിൻ്റെ വ്യാപ്തം 0 മാറുന്ന താപനിലയാണ് അത്. ഏതൊക്കെ രീതിയിൽ നമ്മൾ നോക്കുമ്പോഴും അത് തന്നെയാണ് എപ്പോഴും കിട്ടുന്നത് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൂടാതെ അതിൻ്റെ പ്രത്യേക പേര് തൊട്ട് താഴേക്ക് വരുമ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു വാതകത്തിന് എത്തിച്ചേരാൻ പറ്റുന്ന ഏറ്റവും ചെറിയ താപനില, ഏറ്റവും താഴ്ന്ന താപനിലയും -273.15 അപ്പോൾ ഒറ്റവാക്കിനുള്ള 2 കാര്യങ്ങൾ, ഒരു ഗ്രാഫും ഇത്രയും നേരം പറഞ്ഞത്. അതിനൊരു പ്രത്യേക പേരുണ്ട് ഈ നമ്പറിന്, അബ്സല്യൂട്ട് 0 അഥവാ കേവല 0. ഈ നമ്പറിന് പേര് നൽകിയത് ലോർഡ് കെൽവിൻ എന്നയാളാണ്. അദ്ദേഹം സാധാരണ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ 0.15 പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ -273 ഡിഗ്രി സെൽഷ്യസ് എന്ന് ഉപയോഗിച്ചാൽ മതി എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം താപനില അളക്കാനായിട്ട് കെൽവിൻ എന്ന് പറയുന്ന ഒരു സ്കെയില് തന്നെ രൂപവൽക്കരിച്ചു. ആ സ്കെയിൽ അനുസരിച്ച് കേവല 0 എന്ന് പറയുന്നത്, ഇത് നമുക്ക് ആദ്യം നോക്കാം. ഈ ഒരു ഈ ഒരു കോളം നമുക്ക് ആദ്യം നോക്കാം. കേവല 0 പറഞ്ഞു തന്നു, -273. 0.15 പറഞ്ഞില്ലേലും കുഴപ്പമില്ലാത്തതുകൊണ്ട് അവരെഴുതിയില്ല. അതുപോലെ ജലത്തിൻ്റെ ദ്രവനില 0, ഐസാകുന്നത് 0 ഡിഗ്രി സെൽഷ്യസ്, എല്ലാവർക്കും അറിയാം. ജലത്തിൻ്റെ തിളനില 100 ഡിഗ്രി സെൽഷ്യസ്, അതും എല്ലാവർക്കും അറിയാം. അങ്ങനെ ഈ താപങ്ങളെ, ഇത് സെൽഷ്യസിൽ തന്നതിനെ ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നുകൂടി പറയുകയാണ്. സെൽഷ്യസിൽ എന്ത് തന്നാലും അതിൻ്റെ കൂടെ ഒരു 273 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അതിനെയെല്ലാം കെൽവിനിലാക്കി എഴുതാം. അതുകൊണ്ടാണ് ടീച്ചർ ആദ്യം കെൽവിൻ പറയാത്തത്. ഇതെൻ്റെ പ്രിയ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം. ജലത്തിൻ്റെ ദ്രവനില 0 ഡിഗ്രി സെൽഷ്യസ് ആണെന്നും ജലത്തിൻ്റെ തിളനില 100 ഡിഗ്രി സെൽഷ്യസ് ആണെന്നും എല്ലാവർക്കും അറിയാം. അതിനെ പിന്നെ ഇത് എന്താ എഴുതിയേക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഡിഗ്രി സെൽഷ്യസിൽ തന്നതിനെ 273 കൂടെ കൂട്ടിയിട്ട് കെൽവിൻ സ്കെയിലാക്കിയിട്ടുണ്ട് എന്നേ ഉള്ളൂ. അത് കെൽവിനിലൊന്ന് പറയാൻ പറഞ്ഞ. അപ്പോൾ -273 കൂടെ 273 കൂടെ കൂട്ടിയാൽ 0 കിട്ടുക. 0 കൂടെ കൂട്ടിയാൽ 273 കിട്ടും. 100 കൂടെ കൂട്ടിയാൽ 273 കൂട്ടിയാൽ 373 കിട്ടും. സെൽഷ്യസ് സ്കെയിലിൻ്റെ കൂടെ ഏത് കൂട്ടണം? 273. അത് കൂട്ടിക്കഴിയുമ്പോൾ അത് കെൽവിൻ സ്കെയിലായി മാറും. ഇവിടെ എഴുതിയേക്കൊന്നും കൂടെ ശ്രദ്ധിക്കുക. കേവല 0 എന്ന് പറയുന്ന ആ ഒരു ഡിഗ്രി സെൽഷ്യസിൽ വാതകത്തിൻ്റെ വ്യാപ്തം, വെറും വ്യാപ്തം എന്ന് എഴുതി നിങ്ങൾ വാതകത്തിൻ്റെ വ്യാപ്തം എന്നാക്കിയോ. കാരണം നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞായിരുന്നു, വാതകത്തിൻ്റെ വ്യാപ്തം 0 താപനിലയാണ് -273 ഡിഗ്രി സെൽഷ്യസ്. പിന്നെ അത് 0 കഴിഞ്ഞപ്പോൾ ആ വാതകത്തിൻ്റെ വ്യാപ്തം കുറച്ചുകൂടി കൂടി. 100 ഡിഗ്രി ആയപ്പോൾ വ്യാപ്തം വീണ്ടും കൂടി. അതായത് താപനില കൂടുമ്പോൾ വ്യാപ്തവും കൂടുന്നു. ഈ ചാർട്ട് എന്തിനെ സൂചിപ്പിക്കുന്നു? ചാൾസ് നിയമത്തെ സൂചിപ്പിക്കുന്നു. എങ്ങനെ മനസ്സിലായി? താപനില
മൈനസ് ആയിരുന്നു, അത് ഇച്ചിരി കൂടി 0 കുറച്ചുകൂടെ കൂടി. അങ്ങനെ കൂടുമ്പോഴൊക്കെ വ്യാപ്തവും കൂടുന്നു. ഇന്ന് നമ്മൾ കൃത്യമായി പഠിച്ചത് ചാൾസ് നിയമമാണ്. അത് ഈ 2 പേജുകളിലായി കിടക്കുന്നു. ഈ പേജ് ഇങ്ങനെയൊക്കെ കുറേ ഗ്രാഫും പട്ടികയൊക്കെ തന്നാലും പേടിക്കേണ്ട. ഇതിനകത്ത് കേവല 0 എന്നാൽ എന്ത്, അല്ലെങ്കിൽ അബ്സല്യൂട്ട് 0 എന്നാൽ എന്തെന്നൊക്കെ ചോദിച്ച് ഡയറക്റ്റ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ്, സിംഗിൾ മാർക്ക്, ഒറ്റ മാർക്കിൻ്റെ ക്വസ്റ്റ്യനേ ഉള്ളൂ കേട്ടോ. അതെല്ലാം ടീച്ചർ ഒന്ന് പറഞ്ഞു തന്നു. ഇത് ഒന്നുകൂടി ഒന്ന് കേട്ട് മനസ്സിലാക്കിയെടുത്താൽ വളരെ സിമ്പിളാണ്. അടുത്ത പേജിലായി ഒരു നിയമവും കൂടിയുണ്ട്. അതും കൂടെ ഈ വീഡിയോയിൽ പഠിപ്പിച്ചേക്കട്ടെ, അല്ലെങ്കിൽ ക്ലാസ്സുകൾ തീർന്നു പോകാതെ ഇരിക്കും. നിങ്ങൾക്ക് ക്ഷീണമായെങ്കിൽ പിന്നീട് ഇച്ചിരി മാറ്റി വെച്ചിട്ട്, അങ്ങനെയൊന്നും നമുക്ക് സമയമില്ല കേട്ടോ. എപ്പോഴാണോ നിങ്ങളുടെ ഫ്രീ ടൈം ആയിട്ട് കിട്ടുന്നത് അപ്പോഴിതെല്ലാം കണ്ട് ഒന്നുകൂടി ഉറപ്പിക്കാൻ നോക്കുക. അപ്പോൾ ക്ലാസ്സിൽ പഠിപ്പിച്ചതെല്ലാം ഒന്ന് ഓർത്തെടുക്കാനും കൂടി സാധിക്കും. നമുക്ക് അടുത്ത നിയമം കൂടെ പഠിക്കാമല്ലേ. അടുത്ത പേജിൽ ഒരു ചോദ്യവും കൂടെ ഉണ്ടായിരുന്നു, പരീക്ഷയ്ക്ക് ചോദിക്കാം. ദ്രാവക അവസ്ഥയിൽ നിന്ന് വേഗം വാതകാവസ്ഥയിലേക്ക് മാറുന്ന ഒരു രാസവസ്തുവാണ് അമോണിയ. എന്തെങ്കിലും ആട്ടെ, ദ്രാവകമായിട്ട് അതിരുന്നാലും പെട്ടെന്ന് വാതകമാകുന്ന ഒരു സാധനമാണ് അമോണിയ. അമോണിയ വലിയ ജാറിലൊക്കെ വ്യാവസായിക ആവശ്യങ്ങൾക്കായിട്ടൊക്കെ കൊണ്ടുപോകേണ്ടി വരാറുണ്ട്. അമോണിയ വലിയ ജാറുകളിലും ടാങ്കുകളിലും ഒക്കെ കൊണ്ടുവരാറുണ്ട്. അതിനകത്ത് ദ്രാവകമായിട്ടാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ അത് ഒരല്പം ചൂടായി കഴിഞ്ഞാൽ വാതകമായി ആ ടാങ്ക് പൊട്ടിത്തെറിക്കാൻ വരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തുറക്കുന്നതിന് മുമ്പ് അല്പസമയം ജലത്തിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് അതിൻ്റെ കുപ്പികളാണെങ്കിലും ടാങ്ക് ആണെങ്കിലും അത് തുറക്കുന്നത്. അതിൻ്റെ കാരണം തണുപ്പിച്ച് കഴിയുമ്പോൾ അത് ദ്രാവകാവസ്ഥയിൽ തന്നെ ഇരിക്കും. താപനില വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് വേഗത്തിൽ വ്യാപ്തം കൂടി വാതക അവസ്ഥയിലാകുകയും ആ കുപ്പികളൊക്കെ പൊട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ താപം കൂടിയാൽ വ്യാപ്തം കൂടും എന്നാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. താപം കൂടിയാൽ വ്യാപ്തം കൂടുന്നു. അടുത്ത നിയമം നമുക്ക് പഠിക്കാനുള്ളത്, ഒരു നിയമവും കൂടെ പഠിച്ചൊന്ന് തീർത്താൽ പാഠത്തിൻ്റെ പകുതി തീർന്നു. വാതക നിയമങ്ങൾ തീർന്നു. അവഗാഡ്രോ നിയമം എന്ന് പറയുന്ന ഒരു നിയമമാണ്. ആ നിയമം നമുക്ക് ഇവിടെ എന്തൊക്കെ തമ്മിലുള്ള ബന്ധം എന്നാണ് ആദ്യം ചിന്തിക്കേണ്ടത്. കണികകളുടെ എണ്ണവും അതിൻ്റെ വ്യാപ്തവും. കണികകളുടെ എണ്ണത്തെ n എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു, വ്യാപ്തത്തെ പതിവ് പോലെ v കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇതിനു മുമ്പൊക്കെ ഏതൊക്കെയായിരുന്നു? നമ്മൾ വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധമുള്ള ചാൾസ് നിയമമാണ് ഇതിന് തൊട്ട് മുമ്പ് പഠിച്ചത്. ഇവിടെ വ്യാപ്തവും വാതകങ്ങളിൽ കണികകളില്ലേ, വാതകങ്ങളിൽ ഇങ്ങനെ പറന്ന് കിടക്കുന്ന കണികകൾ, അവയുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന നിയമമാണ് അവഗാഡ്രോ നിയമം. ഇനി ആ നിയമവും നമുക്ക് ആദ്യം അക്ഷരം ഉപയോഗിച്ച് മനസ്സിലാക്കിയിട്ട് വാക്കുകൾ ഉപയോഗിച്ച് മനസ്സിലാക്കാം. നോക്കൂ, വ്യാപ്തം കണികകളുടെ എണ്ണമായ എന്നും തമ്മിൽ നേർ അനുപാതത്തിലായിരിക്കും. കാരണം 1 എന്നൊന്നും കിടപ്പില്ലല്ലോ, അതുകൊണ്ട് നേർ അനുപാതത്തിലായിരിക്കും. ആ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ വാതകത്തിൻ്റെ എന്ത് കാര്യം പറഞ്ഞാലും പ്രത്യേകത പറഞ്ഞാലും നമ്മൾ പറയാത്ത കാര്യങ്ങൾ ആയിട്ടുള്ള ആ നിയമത്തിൽ പറയാത്തത് വ്യാപ്തവും കണികളുടെ എണ്ണവും പറഞ്ഞപ്പോൾ നമ്മൾ പറയാത്ത കാര്യം താപനിലയും മർദ്ദവുമാണ്. അത് രണ്ടും സ്ഥിരമാക്കി വെച്ചിട്ടാണ് ഈ നിയമം പ്രഖ്യാപിക്കുന്നത്. അതായത് നമ്മൾ തുടങ്ങുകയാണ്. താപനിലയും മർദ്ദവും സ്ഥിരമാകുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ അഥവാ കണികകളുടെ എണ്ണത്തിന് നേരനുപാതത്തിലായിരിക്കും. ഇതിനെയാണ് അവഗാഡ്രോ നിയമം എന്ന് പറയുന്നത്. ഈ നിയമത്തിന് 2 നിർവചനമുണ്ട്. ഈ നിർവചനമാണ് പഠിക്കാൻ ഇത്തിരി എളുപ്പം. കാരണം ഇതിന് തൊട്ട് മുമ്പുള്ള നിർവചനങ്ങളുമായിട്ട് നല്ല സാമ്യമുണ്ട്. ഇംഗ്ലീഷ് അക്ഷരം എഴുതുന്നതിനൊക്കെ അതുമായിട്ട് സാമ്യമുള്ളതുകൊണ്ട് പഠിക്കാൻ നല്ല എളുപ്പമാണ്. വാതകങ്ങളുടെ വ്യാപ്തവും കണികകളുടെ എണ്ണം അഥവാ തന്മാത്രകളുടെ എണ്ണമായി എന്നും ഇവിടെ പറയുമ്പോൾ മറ്റുള്ളവ പറയാതിരുന്ന താപനില, മർദ്ദം എന്നിവ സ്ഥിരമാക്കി വെച്ചുകൊണ്ടാണ് വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേരനുപാതത്തിലാണ് എന്ന് പറയുന്നത്. മറ്റൊരു രീതിയിലും അവഗാഡ്രോ നിയമം പറയാം. അതാണിത്. അത് നമ്മൾ പറ്റുന്നത് പോലെ മനപ്പാഠമാക്കുക. ഇത് നമ്മൾ ഇത്രയും നേരം പഠിച്ച നിയമങ്ങളെല്ലാം ഒരുപോലെ ഇരിക്കുന്നു. ഇത് മനപ്പാഠമാക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് നോക്കാം. താപനിലയും മർദ്ദവും സ്ഥിരമായിരിക്കുമ്പോൾ, അത് ശരിയല്ലേ, ഇവിടുത്തെ പോലെ തന്നെ താപനിലയും മർദ്ദവും സ്ഥിരമായിരിക്കുമ്പോൾ തുല്യവ്യാപ്തത്തിൽ എടുക്കുന്ന ഏത് വാതകവും, അപ്പോൾ 5 ലിറ്റർ നമുക്കൊരു തുല്യവ്യാപ്തം മനസ്സിൽ സങ്കല്പിക്കാം. 5 ലിറ്റർ ഓക്സിജനും 5 ലിറ്റർ ഹൈഡ്രജനും 2 പാത്രത്തിൽ എടുത്തു വെച്ചിരുന്നു. രണ്ടിലെയും തന്മാത്രകളുടെ എണ്ണം തുല്യമായിരിക്കും.
ഒന്നുകൂടെ വായിച്ചു നോക്കാം. ഒരേ താപനിലയായിരിക്കുക എന്ന കണ്ടീഷനും ഒരേ മർദ്ദമായിരിക്കുകയും ചെയ്താൽ തുല്യവ്യാപ്തത്തിൽ എടുക്കുന്ന വാതകത്തിലെ തന്മാത്രകളുടെ എണ്ണം തുല്യമായിരിക്കും. അത് ഒന്ന് തിരിച്ചു പറഞ്ഞേക്കുക. വീണ്ടും ഇതേ കാര്യം തന്നെ. തുല്യ താപനില അഥവാ നിശ്ചിത താപനിലയിലും മർദ്ദത്തിലും തുല്യ എണ്ണമാണ് എടുക്കുന്നതെങ്കിൽ, ഇപ്പം 10 എണ്ണം ഹൈഡ്രജനും 10 ഓക്സിജനും എടുത്തു. ആ എടുക്കുന്ന സമയത്ത് തുല്യ താപനിലയും തുല്യ മർദ്ദവുമാണെങ്കിൽ ആ വാതകങ്ങളുടെ വ്യാപ്തം തുല്യമായിരിക്കും. തുല്യമെണ്ണം എടുത്താൽ തുല്യവ്യാപ്തമായിരിക്കും, അല്ലെങ്കിൽ തുല്യവ്യാപ്തം എടുത്താൽ തുല്യ എണ്ണമായിരിക്കും. ഇതും അവഗാഡ്രോ നിയമത്തിൻ്റെ മറ്റൊരു രൂപമാണ്. അപ്പം രണ്ടും പഠിക്കേണ്ടേ, പൂരിപ്പിക്കാനായിട്ട് ചോദിക്കും. സ്ഥിരമായ മർദ്ദവും താപനിലയും ഉള്ള സമയത്ത് തുല്യ എണ്ണം വ്യത്യസ്ത വാതകങ്ങൾ എടുത്താൽ ആ 2 വാതകങ്ങൾക്കും ഒരേ വ്യാപ്തമായിരിക്കും. നേരെ തിരിച്ചു പറഞ്ഞാലോ, ഒരേ വ്യാപ്തം എടുത്താൽ അതിൽ തുല്യ എണ്ണമായിരിക്കും തന്മാത്രകളുടെ എണ്ണം. ഇതിൻ്റെ നിത്യജീവിതത്തിലെ 2 ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്. ബലൂൺ ഊതി വീർപ്പിക്കുന്നു. ബലൂൺ ഊതി അതിനകത്തോട്ട് വായു നമ്മളിങ്ങനെ ഊതി കയറ്റുകയാണ്. അതിനനുസരിച്ച് തന്മാത്രകളുടെ എണ്ണം കൂടുന്നു. നമുക്ക് ഇവിടെ എഴുതി വെക്കാം. ബലൂൺ ഊതി വീർപ്പിക്കുമ്പോൾ ഉള്ളിൽ ഓക്സിജൻ തന്മാത്രകളുടെ എണ്ണം കൂടുന്നു, അതിനനുസരിച്ച് വ്യാപ്തവും കൂടുന്നു. അതുകൊണ്ടാണ് ബലൂൺ വീർത്ത് വരുന്നത്. ഫുട്ബോളിൽ വായു നിറയ്ക്കുന്നു. ഫുട്ബോളിലേക്ക് വായു നമ്മൾ അങ്ങോട്ട് അടിച്ച് തള്ളി കയറ്റി കഴിയുമ്പോൾ വായു തന്മാത്രകൾ ഫുട്ബോളിനുള്ളിൽ കൂടുന്നു, തന്മാത്രകൾ കൂടുന്നു. അപ്പോൾ ഫുട്ബോളിൻ്റെ വലിപ്പം അഥവാ വ്യാപ്തവും കൂടുന്നു. അപ്പോൾ ടീച്ചർ പറയുന്നത് വ്യക്തമായിട്ടാണ്, ഒത്തിരി വാരി വലിച്ച് പറയുന്നില്ല. അത് നിങ്ങൾ ഇങ്ങോട്ട് എഴുതി ചേർക്കുക. ഫുട്ബോളിൽ വായു നിറയ്ക്കുമ്പോൾ ഫുട്ബോളിനുള്ളിലേക്ക് വായുവിലെ തന്മാത്രകൾ കൂടുന്നു, തന്മാത്രകൾ കൂടുമ്പോൾ വ്യാപ്തവും കൂടുന്നു. ഇനി വളരെ രസകരമായിട്ട് എല്ലാ നിയമങ്ങളും കൂടിച്ചേർത്ത് ഒരു സംയോജിത വാതക സമവാക്യം ഉണ്ടാക്കാമോ എന്ന്. ബോയിൽ നിയമവും ചാൾസ് നിയമത്തിൻ്റെയും ഇതെടുക്കുന്നു. അപ്പോൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്ന ടീച്ചർ കാണിച്ചു തരാമേ. അതിനുവേണ്ടി പേപ്പറിൽ വേറെ മാറ്റി എഴുതുകയാണ്. നമ്മുടെ ബോയിൽ നിയമം ഇരിക്കുന്നത് ഇങ്ങനെയാണ്. ചാൾസ് നിയമം ഇരിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ രണ്ടും കൂടെ ഒന്ന് ചേർത്ത് എഴുതുന്നു. ഇതാണ് 2 നിയമങ്ങളോട് ഒന്നിച്ച് ചേർത്ത് എഴുതിയാൽ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ചേർത്ത് എഴുതിയതിൻ്റെ ഈ അനുപാതം നമ്മൾ മാറ്റുന്ന ഒരു പരിപാടിയുണ്ട്. ആ അനുപാതം മാറ്റിയാൽ V സമം എന്നാകും. അപ്പം നമ്മളിവിടെ ഒരു സ്ഥിരസംഖ്യ ഇട്ടിട്ട് ഒരു സ്ഥിരസംഖ്യ അങ്ങ് ഇടുവാണേ. സ്ഥിരസംഖ്യ K എന്നാണ് നമ്മൾ എപ്പോഴും ഇടുന്നത്. K ഗുണം 1/P ഗുണം T എന്ന് ആകും. ഇവിടം വരെ ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. ഇത് നമ്മുടെ ബോയിൽ നിയമവും ചാൾസ് നിയമവും അത് ചേർത്ത് എഴുതി. ഇത് മാറ്റാൻ വേണ്ടി നമ്മളൊരു K കൊണ്ട് ഈ ഭാഗത്തെ ഒന്ന് ഗുണിച്ച് അതേപടി എഴുതി. ഇനി ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുക. ഇവിടെ താഴെ ഇതിങ്ങോട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ. അറേഞ്ച് ചെയ്ത് നമ്മൾ എഴുതുകയാണ്. ഈ ഇത്ര എഴുതിയതിനൊന്ന് അറേഞ്ച് ചെയ്യുന്നേ ഉള്ളൂ. PV/T സമം K ഒരു സ്ഥിരസംഖ്യ. PV/T സമം K ഒരു സ്ഥിരസംഖ്യ. ഇതാണ് നമ്മളത് പരിഷ്കരിച്ചാക്കിയത്. അതിൽ നിന്ന് ഒരു സമവാക്യവും കൂടി ഉണ്ടാക്കുകയാണ് കണക്കുകൾ ചെയ്യാൻ വേണ്ടി. ഇതിൽ നിന്ന് തന്നെ P1V1/T1 സമം P1B1/T1 സമം P2V2/T2. ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പം ചെറിയൊരു പേപ്പറെ തീരുന്നതായിരുന്നു സംയോജിത വാതക സമവാക്യം. P1V1/T1 സമം P2V2/T2 എങ്ങനെ ഉണ്ടാക്കിയെടുത്തേക്കുന്നതെന്ന് ബോയിൽ നിയമം 2 എഴുതി, അത് ചേർത്ത് എഴുതി, സമമാക്കാൻ വേണ്ടി K കൊണ്ട് ഗുണിച്ച് ഇവിടം വരെ എഴുതി. അതിനെ ഒന്ന് പരിഷ്കരിക്കാൻ വേണ്ടി PV/T സമം K തനിച്ചാക്കാൻ വേണ്ടി ചെയ്തു. അതിനുശേഷം ലാസ്റ്റ് ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്, തീർന്നു കേട്ടോ. ഈ സംയോജിത സമവാക്യം ഉപയോഗിച്ചുകൊണ്ട് നമുക്കിങ്ങനെ കണക്ക് ചെയ്യാനും ചോദിക്കും. ഉപേക്ഷിച്ചിട്ട് പോകരുത്, കണക്ക് ചോദിക്കും. അതുകൊണ്ട് നമ്മളത് എഴുതണം. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കേ, നമുക്ക് P1ഉം V1 ആദ്യം പറയുന്ന ഇത്
അന്തരീക്ഷ മർദ്ദം അത് P1 ആയിരിക്കും ഉറപ്പായിട്ടും. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് T1 ആയിരിക്കും ആദ്യം പറയുന്നത്, ഇത് V1ഉമാണ്. ഇനി അടുത്ത സെൻറ്റൻസ് തുടങ്ങുമ്പം ഇത് താപനിലയെക്കുറിച്ച് പറയുന്നതുകൊണ്ട് ഇത് T2 ആയിരിക്കും. ഇത് മർദ്ദം, അന്തരീക്ഷ മർദ്ദമായതുകൊണ്ട് അത് P2 ആയിരിക്കും. പറയാത്തത് V2. അതെല്ലാം അതേ സ്ഥലങ്ങളിൽ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് ടീച്ചർ പറഞ്ഞു തന്നു. ആദ്യം പറയുന്ന P1, V1, T1 എന്ന് കൊടുക്കുക. രണ്ടാമത് പറയുന്ന താപനിലയാണ് T2 എന്നും മർദ്ദമാണെങ്കിൽ P2 എന്നും വൃത്തിയായിട്ട് കൊടുത്ത് സൈഡിൽ നല്ല ചിട്ടയ്ക്ക് എഴുതിയിട്ട് ആ അക്ഷരങ്ങൾ അതെല്ലാം അതേ സ്ഥലത്ത് ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. എഴുതി വെച്ച ശേഷവും ടീച്ചർ പറഞ്ഞായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു ഗുണനം എടുക്കുക. അപ്പോൾ അത് ഗുണനം എടുക്കുമ്പോൾ ഇവിടെ ഒരു സ്റ്റെപ്പ് അവർ പറയാതെ പോയിട്ടുണ്ട്, അത് ടീച്ചർ പറയാം. നമുക്ക് V2 ആണ് കണ്ടുപിടിക്കുക. ഈ ഭാഗം ഒന്നിച്ച് ഗുണിക്കുക. അതായത് 300 ഗുണം V2 സമം V2 ഗുണം ഒരു നോഡ് ഉണ്ടായിരുന്നില്ല, V2ൻ്റെ കൂടെ ഒരു 0.5 എല്ലാവരും ഗുണിക്കണമെന്നുള്ളൂ. ഇത് ഗുണിച്ചിട്ട് സമം ഇട്ടിട്ട് ഇതിൻ്റെ ഇപ്പുറത്തോട്ട് 1 ഗുണം 30 ഗുണം എങ്ങനെ വന്നു, ഇതാണ് 130 അതിൻ്റെ കൂടെ 273 കൂടെ ഗുണിക്കണം. ഇനി നമ്മൾ V2വിനെ തനിച്ചിടണം. എന്നിട്ട് ഇവിടെയുള്ള പണ്ടൊക്കെ എത്രയാണോ എല്ലാം ടീച്ചർ ഒരുപോലെയേ ചെയ്യുള്ളൂ. കണക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വീണ്ടും പല രീതി ചെയ്ത് ഒരെണ്ണം ഒരു രീതി അങ്ങനെ പല രീതി ഇല്ല ടീച്ചറിന്. ഈ ഭാഗം എല്ലാം ടീച്ചർ ഒരു മാറ്റം പോലും ഇല്ലാതെ ഇട്ടു. V2വിൻ്റെ കൂടെ ഗുണിച്ച് കിടന്ന ഓരോന്നിനെയും ഇവിടെ താഴെ ഹരിച്ചാക്കുന്നു. ഇനി നമ്മൾ ഹരണം പഠിക്കണമെന്ന് നമുക്ക് മനസ്സിലായില്ലേ, ഇതെല്ലാം എങ്ങനെ വന്നു എന്നാണ് ടീച്ചർ പറഞ്ഞത്. ഇനി ഇതിനെ മൊത്തം ഗുണിച്ചെഴുതി, ഇതിനെയും മൊത്തം ഗുണിച്ചെഴുതി, ഇതിനെ ഹരിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് 54.6 ലിറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഈ കണക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ടീച്ചറിന് മെസ്സേജിലൊന്ന് ഇടണം കേട്ടോ. ഈ കണക്കൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇതിൻ്റെ ഉത്തരം എത്രയാണെന്ന് നിങ്ങൾ എഴുതി ടീച്ചറിന് മെസ്സേജ് ആയിട്ട് ഇടണം. അല്ലെങ്കിൽ നിങ്ങൾ ഇതെങ്ങനെയാണ് പഠിക്കുന്നതെന്നൊക്കെ ടീച്ചറിന് മനസ്സിലാക്കാൻ കമൻറ്റ് ബോക്സിലിടണം. ബാക്കി ഇനി ഈ ചാപ്റ്ററിൻ്റെ പകുതി ഭാഗം നമ്മൾ അടിപൊളിയായിട്ട് തീർത്തു എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് തന്നെ തീർത്തു. അപ്പോൾ ഇനി ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോ ക്ലാസ്സിൽ അടുത്ത പാർട്ടിൽ ഏത് പാർട്ടാണെന്ന് നോക്കി വെച്ചോണം. എന്നിട്ട് കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് പഠിച്ചോ? ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ ഈ ക്ലാസ്സിനെ പറ്റിയും ടീച്ചറിനെ പറ്റിയും പറയണം. ക്ലാസ്സിൽ നിന്ന് ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് നോട്ടൊക്കെ തയ്യാറാക്കി അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാം. കെമിസ്ട്രി, ഫിസിക്സ് എന്നൊക്കെ പറയണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.